ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ചെറുതാണ്. പിന്നെ 500 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പീസ് ബ്രെഡ് പൊടിച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിലോട്ട് ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്ന വെന്ത് വരണ്ട, കട്ട്ലേറ്റിന് ഞങ്ങൾക്ക് കടിക്കാൻ കിട്ടണം. അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഇട്ടാൽ അപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക. മല്ലിയില ലാസ്റ്റ് അരക്കുമ്പോൾ ചേർത്താൽ മതി. അങ്ങനെല്ലാം ഒന്ന് വെന്ത് വന്നേരം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചിട്ട് പൊടിച്ച ബീഫ് ചേർത്തിട്ടുണ്ട്. 500 ഗ്രാം ബീഫാണ് ഞാൻ 3 ഉള്ളിക്ക് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ ബീഫ് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം പൊടിച്ചിട്ട് നന്നായി ഉടച്ച് ചേർത്ത് കൊടുക്കുക. വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ബീഫിൻ്റെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടിച്ച ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ ഈ കട്ട്ലേറ്റിന് അടിപൊളിയാണ്. നല്ല രുചിയുണ്ട് ഈ കട്ട്ലേറ്റ്. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ ഇറക്കുന്ന സമയത്ത് 2 സ്പൂണ് ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിലെ ഉള്ളിക്കകത്താത്ത വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രെഡ് പൊടി ചേർക്കുന്നത്. ഒരു 2 സ്പൂണ് ചേർത്താൽ മതി. ഞാനിവിടെ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മസാല ഒന്ന് മുട്ടക്കിട്ട് മുക്കിയെടുക്കാനാണ്. എന്നിട്ട് ഈ ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നാലാണ് ഈ മുട്ടയിൽ മുക്കിയാലേ ഈ ബ്രെഡ് പൊടി ഈ മസാലക്ക് പിടിക്കുള്ളൂ. അങ്ങനെ ഞാനിവിടെ 2 ഷേപ്പിലാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. ഒന്ന് ഈ ഷേപ്പിലും ഒന്ന് റൗണ്ട് ഷേപ്പിലും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കട്ട്ലേറ്റൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ല തിളച്ച എണ്ണയിലേക്ക് ഇടണം. ലോ ഫ്ലെയിമിൽ വെച്ചിടരുത്. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് കട്ട്ലേറ്റ് പൊരിക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആയാൽ കട്ട്ലേറ്റ് സോഫ്റ്റ് ആയിപ്പോവും. ഹൈ ഫ്ലെയിമിൽ പൊരിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് കിട്ടും. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണ കോരി മാറ്റുക. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കാണ്ട് വെറും ബീഫും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് പൊടിച്ചെടുത്ത ബീഫ് മാത്രം ചേർത്തിട്ടുള്ള കട്ട്ലേറ്റാണ്. അതുകൊണ്ട് ഈ ബീഫിൻ്റെ ടേസ്റ്റാണ് ഈ കട്ട്ലേറ്റിന് മുന്നിട്ടിരിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.